ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ഞാനൊരു 5 മാസം മുമ്പ് ഈ ഒരു കർട്ടൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതിൻ്റെ ഒരു 5 മാസം കഴിയുമ്പോഴത്തേതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എങ്ങനെയുണ്ട്, ഇത് നിങ്ങളിനിയും ഇടണോ വേണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 5 മാസത്തിന് മുമ്പേ ഞാൻ ഈ ഒരു കർട്ടൻ ഇടുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചു, ഈ ഇങ്ങനത്തെ വിൻഡോസ് വരുമ്പം നമുക്ക് ഏത് ടൈപ്പ് കർട്ടൻ ഇടണം, ക്ലോത്ത് കർട്ടൻ ആണോ ഏറ്റവും നല്ലത്, അതോ ഇങ്ങനത്തെ ടൈപ്പ് കർട്ടൻ ആണോ നല്ലതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോൾ ഒരുപാട് ആലോചിച്ചപ്പം നമ്മളിപ്പം തുണിയുടെ കർട്ടൻ ഇടുവാണെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിൻഡോയുടെ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഈ കിടക്കുന്ന ഈ വിൻഡോയുടെ ഒരു ഷേപ്പില്ലേ, ആ ഒരു കട്ടിങ് നമുക്ക് കിട്ടത്തില്ല. ഫുള്ളി ക്ലോസ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം എനിക്ക് അതൊട്ടും എൻ്റെ മനസ്സിലുള്ള ഒരു ഡിസൈനുമായിട്ട് അതൊട്ടും മാച്ച് ആകത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡിസൈൻ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നാണ് ബ്ലൈൻഡ് കർട്ടനിലേക്ക് വന്നത്. അപ്പം ഇപ്പം 5 മാസമായി ബ്ലൈൻഡ് കർട്ടൻ ഇട്ടിരിക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞാലുള്ള കുറേ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് റൂമിലേക്ക് നമ്മളിപ്പം പകൽ സമയത്തൊന്ന് റൂമിലേക്ക് കിടക്കുവാണെങ്കിൽ നമുക്ക് വെട്ടം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുൾ ബ്ലൈൻഡ് ആക്കിയാണ് കിടന്നത്. അങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് റൂമിലേക്ക് സൺലൈറ്റ് പുറത്തുനിന്ന് ഒട്ടും കയറത്തില്ല. അതുപോലെ അകത്തോട്ട് ഒട്ടും കയറത്തില്ല. അതുപോലെ നല്ല ഡാർക്കായിട്ടായിരിക്കും. ഇപ്പോൾ ലൈറ്റ് കിടക്കുന്നുണ്ടോ, നല്ല ഡാർക്കായിട്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിടുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കയറി വരും. ഇപ്പം ഞാൻ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഒരു സൺലൈറ്റ് കയറി വരുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ സൺലൈറ്റ് നമ്മുടെ റൂമിനകത്തേക്ക് കയറി വരും. അപ്പോൾ നമുക്ക് ചെറിയ ഒരു ലൈറ്റിങ്ങിൽ നമുക്ക് റൂം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ AC ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ബ്ലൈൻഡ് കർട്ടനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് AC കൂളിംഗ് ഇതിനകത്ത്, കാരണം പുറത്തെ ചൂടൊന്നും ഒട്ടും അകത്തോട്ട് കയറി വരത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ രീതികളൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് ഞാൻ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതിനകത്ത് റോളാണ്. ഈ റോളിൽ 2 ലെയറിലാണ് നമുക്ക് ഈ ക്ലോത്ത് വരുന്നത്. ഏത് ടൈപ്പ് മെറ്റീരിയലായാലും അത് 2 ടൈപ്പാണ് വരുന്നത്. ഇതിങ്ങനെ രണ്ടും സെയിം ആകുന്ന സമയത്താണ് നമുക്കത് ഉണ്ടോ, ഇങ്ങനെ രണ്ടും ഇങ്ങനെ സെയിം ആകുന്ന സമയത്താണ് ഇതിലേക്ക് നമുക്ക് സൺലൈറ്റ് കയറി വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ലൈറ്റിങ് നമുക്ക് ഇത് കണ്ട് ഇവിടെ നമുക്കൊരു വള്ളിയുണ്ട്. ഇതിലാണ് ഇത് റോൾ ഇങ്ങനെ കറങ്ങുന്നത്. ഈ ഒരു ഭാഗമുണ്ട്, ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ റോള് നമുക്ക് ഇതിൽ വലിക്കുന്നതനുസരിച്ചിട്ട് ആണ് ഇത് കറങ്ങുന്നത്. ഉണ്ടോ, ഇത് കറങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് ചുരുണ്ട് കയറുവാണ്. അതിനനുസരിച്ച് നമ്മുടെ കർട്ടൻ ഇതിങ്ങനെ ബ്ലൈൻഡ് പൊങ്ങി പോവും. ഉണ്ടോ, അപ്പോൾ ഇതൊക്കെ ഇത് വലിക്കുന്നതനുസരിച്ചുണ്ടോ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിട്ട് ഏറ്റവും മുകളിൽ വന്നിട്ട് ഇതിങ്ങനെ ടൈറ്റായിട്ട് ഉണ്ടോ. ഇപ്പോൾ നമ്മുടെ ഈ വിൻഡോ ഫുള്ളി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള ലൈറ്റിങ് ഫുള്ള് നമ്മുടെ റൂമിലേക്ക് കയറും. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ളത് വലിച്ചു കഴിയുമ്പോഴത്തേന് കർട്ടനുണ്ടോ ഇതൊക്കെ താഴേക്ക് വരും. ഇതൊരു സ്റ്റീലാണ്, ഇതൊരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ്, അത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഈ ഒരു വെയിറ്റിലാണ് ഈ സാധനം ഇങ്ങനെ താഴേക്ക് ലോഡ് കിടക്കുന്നത്. ഈ ലോഡിലാണ് ഈ കർട്ടൻ താഴേക്ക് നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ആ ഒരു സപ്പോർട്ട് കൂടെ വരുമ്പോഴാണ് കറക്റ്റായിട്ട് താഴോട്ട് വന്ന് ഇതിൻ്റെ വെയിറ്റ് ബാലൻസ്ഡായി കിടക്കുന്നത്. ഇപ്പം നമ്മളത് ഫുള്ള് വലിച്ചു, ഇപ്പം ഫുള്ള് കംപ്ലീറ്റ് ബ്ലൈൻഡ്സ് ആയി. ഇതാണ് ഇതിൻ്റെ ടെക്നോളജി. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന കാര്യം, ഇത് ഇപ്പം 5 മാസമായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഇതിൽ പൊടിയൊന്നും പിടിക്കില്ല കേട്ടോ. ഞാൻ ആദ്യം ഇതിട്ട സമയത്ത് അവരോട് ചോദിച്ചു, ഇതിൽ നല്ലപോലെ ഡസ്റ്റ് പിടിക്കുമ്പോൾ ഇത് കഴുകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കഴുകാനൊന്നും പറ്റത്തില്ല. അത് തന്നെയല്ല, ഇത് ഡസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പിടിക്കത്തില്ല. കണ്ടില്ലേ, ഇത്രയും നാളായിട്ടും ഇത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ തന്നെ അത് ഓൾമോസ്റ്റ് പോയിക്കോളും. ഇത് കണ്ടില്ലേ, ഇതിന് ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. കണ്ടോ, ഈ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ കണ്ട് ഒറ്റപ്പൊടി പോലും പറ്റി പിടിച്ചിരിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു കർട്ടനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഏകദേശം ഇതിനൊരു 100 രൂപ തൊട്ട് മുകളിലോട്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ്. സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ. എങ്ങനെയായാലും ഒരു 2000 രൂപയൊക്കെ, ഏകദേശം ഒരു 3 വാളി ജനലിനൊക്കെ അപ്രോക്സിമേറ്റ് കോസ്റ്റാണ്. 3 വാളി ജനലിനൊക്കെ ഏകദേശം ഒരു 2000 രൂപയ്ക്കൊക്കെ ഏകദേശം റേറ്റ്
വരുന്നുണ്ട്. പല സ്ഥലത്തും പല വിലയ്ക്കാണ് പലരും കൊടുക്കുന്നത്. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരാളാണ് നമുക്കിത് ചെയ്തു തന്നത്. അപ്പം ഇതിപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഇത് പ്രശ്നമൊന്നുമില്ല. 5 മാസം ആകുമ്പോഴാണല്ലോ നമ്മൾ ശരിക്കും ഒരു റിവ്യൂ ഉണ്ട്. ഇപ്പോൾ ഇട്ടാന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ യാതൊരുവിധമായ റിവ്യൂവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് വരത്തില്ല. ഇപ്പം ഈ ഒരു കളറാണ് ഞാൻ അന്ന് സെലക്ട് ചെയ്ത്, ആ കളറിനോട് മാച്ച് ചെയ്യുന്നൊരു കളറാണ് ഇവർ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ഷീൽഡ് പോലൊരു സാധനം കയറ്റി വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു മെറ്റീരിയലുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ സെയിം കളറ് ഇവർ കൊടുക്കുന്നത്. ഇതിപ്പം വൈറ്റ് ആണെന്ന് വിചാരിച്ചാൽ ഇവിടെ വൈറ്റ് കൊടുക്കാം, റെഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെഡും ഇവിടെ നമുക്ക് ഇത് വെട്ടി ഇതിനകത്തിട്ട് കഴിയുമ്പോൾ റെഡ് ആവും. അത് മാത്രമേ ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കൊണ്ടുവന്നപ്പം ഇഷ്ടപ്പെട്ട ഒരു കളർ തീം ഇതായിരുന്നു. അതാണ് ഞാൻ ഈ ഒരു കളർ തീം യൂസ് ചെയ്ത്. കർട്ടൻ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു കർട്ടൻ തന്നെ യൂസ് ചെയ്തോ കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഈ ഡിസൈൻ അല്ല പറഞ്ഞത്, ഈ ബ്ലൈൻഡ് കർട്ടൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇത് നല്ല കംഫർട്ടാണ്. ഇനി കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത് അലക്കണ്ട, കരിമ്പൻ അടിക്കത്തില്ല, അങ്ങനെയൊന്നും ഇത് വരത്തില്ല. നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്തുവാണെങ്കിൽ വെളിയിൽ നിന്ന് മഴ പെയ്താലൊന്നും വെള്ളം കയറത്തില്ല, ഒരിക്കലും എറിച്ചിലടിച്ച് പോലും നനയത്തില്ല. അപ്പം ഒരിക്കലും ഈ സാധനം പോകാതെ നമുക്ക് വർഷങ്ങളോളം കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇനിയിപ്പം കുറച്ച് വർഷം കൂടെ കഴിയാതെ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 5 മാസമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്ന കർട്ടൻസാണ്. ഇത് ഞാൻ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സൈഡിലെ കർട്ടനാണ് ഞാൻ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്ന കർട്ടൻ. ഇതിനും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതിന് യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ആ ലൈറ്റിങ് ഇതുവരെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ ഒരു വള്ളി നമ്മൾ വലിക്കത്തില്ല. ഇതിനൊന്നും യാതൊരുവിധമായ ഒരു പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ഇതിൽ അങ്ങനെ പൊടിയൊന്നും പിടിച്ചിട്ടില്ല. ഇത് കാരണം ഞാൻ ഇടയ്ക്കല്ല മിക്കവാറും തുറന്നിടുന്നൊരു ചാനലാണ്. കാറ്റ് വെളിച്ചോ കയറാനായിട്ട് ഞാൻ ഇത് തുറന്നിടുന്ന, എന്നിട്ടും ഇതിനും യാതൊരുവിധമായ പ്രശ്നങ്ങളും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ബ്ലൈൻഡ് കർട്ടൻ അല്ല ഒരു കർട്ടൻ ഇടാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസയാവും, പക്ഷെങ്കിൽ ബെറ്റർ ഡിസൈനും സൂപ്പറായിട്ട് കിടക്കുന്ന ഒരു സാധനം ഇതുപോലത്തെ ബ്ലൈൻഡ് കർട്ടനുകളായിരിക്കും കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾ ഇത് സെലക്ട് ചെയ്തു, യാതൊരു പ്രശ്നമില്ലാത്ത സാധനമാണ്. ക്വാളിറ്റി എല്ലാം ഏകദേശം എല്ലാവരും കൊടുക്കുന്ന ഒരേപോലെയാണ്. കാരണം ഇത് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിനകത്ത് വലിയ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു 80 രൂപ തൊട്ട് 100 രൂപ അങ്ങനെ പല വിലയിലാണ് പലരും കൊടുക്കുന്നത്. അപ്പം 100 രൂപ എന്നുള്ളൊരു ആവറേജ് പ്രൈസ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കൂട്ടേണ്ടത്. എന്നാലും നമുക്ക് ഒരു കുറയുവാണെങ്കിൽ പല ഏരിയയിലും പലരും കൊടുക്കുന്ന പല റേറ്റിനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ചിലർ അതിലും താത്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പം എന്തായാലും നിങ്ങളൊരു 80 രൂപ 100 രൂപ വെച്ചിട്ടുള്ള സ്ക്വയർ ഫീറ്റിന് കൂട്ടി ഒരു 2000 രൂപ ആവറേജ് ഒരു ജനലിന് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.